സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. ഗ്രാമിന് 125 രൂപയും പവന് 1000 രൂപയും കൂടി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും ആഗോളതലത്തിലെ സാമ്പത്തിക മാറ്റങ്ങളുമാണ് കേരളത്തിലെയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവ് വന്നതിനു പിന്നാലെ സ്വർണം വെള്ളി നിരക്കുകൾ കുതിക്കുകയാണ്. തുടർച്ചയായി മൂന്നാം ദിവസമാണ് സ്വർണ്ണവില ഉയരുന്നത്. ഇന്ന് ഗ്രാമിന് 125 രൂപ കൂടി 13,475 രൂപയായിട്ടുണ്ട്. പവന് 1000 രൂപ കൂടി 1,07,800 രൂപയുമായി. വെള്ളിവില ഗ്രാമിന് 5 രൂപ കൂടി 250 രൂപയിലെത്തിയിട്ടുണ്ട്. ഇന്നലെ മാത്രം 3 തവണകളായി പവന് 2,480 രൂപയാണ് വർദ്ധിച്ചത്. സ്വർണ്ണവിലയിലുണ്ടായ ഈ കുതിപ്പ് സാധാരണക്കാർക്കും ആഭരണ പ്രേമികൾക്കും തിരിച്ചടിയാവുകയാണ്. ജൂൺ മാസത്തിൽ സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണുണ്ടായത്. ജൂൺ 25-ന് 1,02,760 രൂപയിലേക്ക് വരെ സ്വർണ്ണവില താഴ്ന്നിരുന്നു. ഇതോടെ വില 1,00,000-ന് താഴെ എത്തുമെന്ന പ്രവചനങ്ങൾ നിൽക്കെയാണ് ഈ മാസത്തിന്റെ തുടക്കം മുതൽ വില കുതിക്കാൻ തുടങ്ങിയത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളും ആഗോളതലത്തിലെ സാമ്പത്തിക മാറ്റങ്ങളുമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവ് വന്നതും എണ്ണവില വീപ്പയ്ക്ക് $75 താഴ്ന്നതും അമേരിക്കയിലെ പണപ്പെരുപ്പ ഭീഷണി കുറയ്ക്കുമെന്ന വാർത്തയാണ് സ്വർണത്തിന് തുണയായത്. പണപ്പെരുപ്പ ഭീതി കുറഞ്ഞതോടെ അമേരിക്കയിൽ പലിശ നിരക്ക് ഉയരാനുള്ള സാധ്യത കുറവാണെന്നാണ് കണക്കുകൂട്ടൽ. ഇത് സ്വർണത്തിൽ നിന്ന് കടപ്പത്രങ്ങളിലേക്ക് നിക്ഷേപങ്ങൾ നീങ്ങാനുള്ള സാധ്യത ഇല്ലാതാക്കുകയും സ്വർണത്തിന്റെ തിരിച്ചുവരവിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. US വിപണിയിൽ കഴിഞ്ഞ മാസത്തേക്കാൾ കുറഞ്ഞ തൊഴിലുകൾ മാത്രമേ പുതുതായി സൃഷ്ടിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ. ജൂണിൽ 1,14,000 പുതിയ തൊഴിലുകൾ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. അതുമാത്രമല്ല, ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്കും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ഫെഡറൽ റിസർവ് ഇക്കൊല്ലം വലിയ രീതിയിൽ പലിശ വർദ്ധിപ്പിക്കാൻ സാധ്യതയില്ലെന്നാണ് നിക്ഷേപകരുടെ വിലയിരുത്തൽ. ഇതോടെ സ്വർണം വലിയ തോതിൽ വാങ്ങാൻ തുടങ്ങുകയും ഇത് രാജ്യാന്തര വില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഈ മാറ്റമാണ് സംസ്ഥാനത്തും പ്രതിഫലിച്ചിരിക്കുന്നത്. അതേസമയം ഇന്നൊരു പവൻ സ്വർണം ആഭരണമായി വാങ്ങണമെങ്കിൽ 1,07,800 രൂപ മാത്രം നൽകിയാൽ പോരാ. വിപണി വിലയ്ക്കൊപ്പം കുറഞ്ഞത് 3% പണിക്കൂലിയും GSTയും ഹോൾമാർക്കിംഗ് ചാർജും ചേരുമ്പോൾ വില വീണ്ടും ഉയരും. നിലവിലെ സാഹചര്യത്തിൽ വിവാഹം പോലുള്ള ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വിലയിലെ കുതിപ്പ് വൻ തിരിച്ചടിയാവുകയാണ്. വിലയിൽ നിരന്തരമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതിനാൽ അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നതാണ് ഉപഭോക്താക്കൾക്ക് നല്ലതെന്ന് വിദഗ്ധർ പറയുന്നു. പക്ഷേ വില ദിനംപ്രതി ചാഞ്ചാടി നിൽക്കുന്നത് ഏത് ദിവസം ബുക്ക് ചെയ്യണമെന്ന കാര്യത്തിൽ ജനങ്ങൾക്കും ആശങ്കയാണ് നൽകുന്നത്. ബിസിനസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.